ബിഗ് ബോസ് താരവും നടനുമായ ഷിയാസ് കരീമിനെതിരെ പോലീസ് കേസ് എടുത്തു. ബിസിനസ് പങ്കാളിയായ യുവതിയുടെ പരാതിയിൽ ആണ് കേസ് എടുത്തത്. 49 ലക്ഷം രൂപയോളം തട്ടിയെടുത്തുവെന്നും പണം തിരികെ ചോദിച്ചപ്പോൾ നഗ്ന ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും യുവതി പരാതി നൽകിയിട്ടുണ്ട്. അതിനിടെ ഷിയാസുമായുള്ള ഓഡിയോ യുവതി പുറത്തുവിട്ടിട്ടുണ്ട്. ഷിയാസ് പലതവണയായി യുവതിയിൽ നിന്നും പണം ആവശ്യപ്പെടുന്നതായാണ് ഓഡിയോയിൽ ഉള്ളത്. വർക്ക് എടുക്കുന്നുണ്ട്, പിന്നെ എക്യുപ്മെന്റ്സിന് അഡ്വാൻസ് കൊടുക്കണം. അങ്ങനെ കോയമ്പത്തൂരിലും പോകേണ്ടി വരും ചിലപ്പോൾ നോമ്പിന്. മറ്റേത് കിട്ടുകയാണെങ്കിൽ അയക്കട്ടെ. എനിക്ക് ഈ 1 പിന്നെ 10 തന്നായിട്ടാ ഒരുമിച്ച് തന്നാൽ മതി, അല്ലെങ്കിൽ പണി പാടും. അക്കൗണ്ടിലും വേണ്ട, മറ്റൊന്ന് തന്ന കയ്യിൽ പണിക്കാശ് പടപടാന്ന് പണിയും ചെയ്ത് തീർക്കാലോ. മരണം വരെ ഞാൻ പറഞ്ഞു, നീ എൻ്റെ മരണം വരെ ഞാൻ നിന്റെ മരണം വരെ ഉണ്ടാവും. മരിച്ചു പിന്നെ നമ്മൾ ആരും ശല്യപ്പെടുത്തില്ല. അതിനിടെ പീഡനക്കേസിൽ മറുപടിയുമായി ഷിയാസ് കരീം രംഗത്തെത്തി. പരാതി നൽകിയ സ്ത്രീക്ക് 60 വയസ്സുണ്ട് എന്നും അവരെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കേണ്ട ആവശ്യം തനിക്കില്ല എന്നുമാണ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ ഷിയാസ് പറയുന്നത്. എൻ്റെ പേരിലൊരു പീഡന പരാതി വരുന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഇതാട്ടോ. ഈ സ്ത്രീക്ക് ഒരു 60 വയസ്സുണ്ട്. എനിക്ക് അവരെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കേണ്ട ആവശ്യമില്ല. അത് വേറെ. പിന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ 1-2 വർഷമായി. എനിക്കൊരു കുട്ടിയുണ്ട്. ഞാൻ മാന്യമായിട്ടാണ് ജീവിക്കുന്നത്. എനിക്ക് സ്ത്രീകളോട് ഇടപെടുമ്പോൾ തന്നെ ചെറിയൊരു പേടിയുള്ളൂ. കാരണം ഇതിനു മുമ്പേ എനിക്ക് ഇങ്ങനെ ഒരു ആരോപണവും ഈ പറഞ്ഞ കള്ളക്കേസൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വളരെ കെയർഫുള്ളാണ്. പിന്നെ ഈ സ്ത്രീക്ക് 10 വയസ്സുണ്ട്. അതുപോലെ എൻ്റെ കുടുംബമായിട്ട് അത്ര അടുപ്പമുള്ളൊരു സ്ത്രീയാണ്. എൻ്റെ കല്യാണത്തിനും എൻ്റെ എല്ലാ പരിപാടിക്കും, എൻ്റെ റിസപ്ഷൻ, എൻ്റെ അബുദാബിയിലെ പരിപാടിക്ക് എല്ലാ പരിപാടിയും എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം. അവരെ എൻ്റെ പേരും ഒന്നും ഞാൻ പറയുന്നില്ല, കാര്യം ഇപ്പോൾ കേസ് നിൽക്കല്ലേ. എനിക്ക് എഫ്ഐആർ ഒന്നും അറിയില്ല. ബട്ട് ഇത് ഞാനൊരു ഇതാട്ടോ ഒരു ക്ലിയർ പറഞ്ഞാണ്. അപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യയിൽ നിന്നും എൻ്റെ ഉമ്മയിൽ നിന്നും ഇവർ കുറച്ച് സ്വർണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ പെങ്ങളുടെ നിന്നും വാങ്ങിച്ചു. ഇതൊന്നും ഞാൻ അറിയുന്നില്ല. ഇത് കുറച്ച് പ്രശ്നമായി കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ ഞാൻ അറിയുന്നത്. കാരണം എൻ്റെ ഫാമിലിയിൽ കയറി കുറച്ച് പേഴ്സണൽ കാര്യത്തിൽ ഇടപെടുകയും അതിൽ കുറച്ച് പ്രശ്നമായി കഴിഞ്ഞപ്പോഴാണ് ഞാനിത് അറിയുന്നത്. കാശും ഈ സ്വർണ്ണമൊക്കെ വാങ്ങിച്ച കേസൊക്കെ. അങ്ങനെ ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യും. അങ്ങനെ ഞങ്ങൾ കുറച്ച് പൈസ എൻ്റെ ഉമ്മാക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്, പെങ്കജ് എനിക്ക് അയച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പൈസ ഈ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് പൈസ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അതും ഓക്കെ. ഇതിന് മുമ്പേ ഇവർ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ എന്നെ പറ്റി ഇങ്ങനെ ഭയങ്കരമായിട്ട് ഭീതിപ്പെടുത്തി എന്നെ, ഞാൻ അവരത് കോടികൾ പറ്റിച്ചു, ബിസിനസ് ചെയ്യാം, അങ്ങനെ കുറെ സാധനം ചെയ്തപ്പോൾ ഞാൻ ഇവരുടെ പേരിൽ കേസ് കൊടുത്തു. ആ കേസ് ഫയൽ ചെയ്ത് ഇവർക്ക് നോട്ടീസ് തന്നപ്പോൾ ഇവരെൻ്റെ പേരിൽ ഇപ്പോൾ ഒരു കള്ളക്കേസായിട്ട് വന്നേക്കാണ്. ഞാൻ അവരെ പീഡിപ്പിച്ചു. ഈ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കേരള പോലീസിലും അതുപോലെ ലോയിലൊക്കെ ഭയങ്കര വിശ്വാസമുള്ള ആളാണ്. കാര്യം ഞാൻ ഇതിനു മുമ്പ് ഒരു സാധനം ഫൈറ്റ് ചെയ്ത ഒരാളാണ് കള്ളക്കേസിൽ. അപ്പോൾ ഇത് ഞാൻ അതുപോലെ തന്നെ ഫൈറ്റ് ചെയ്യും. അപ്പോൾ ഇതിലെനിക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ ഇതിന് ഒരു ക്ലാരിറ്റി പറയുകയാണെങ്കിൽ, കാര്യം ആ സ്ത്രീ എന്ന് പറഞ്ഞാൽ ചെറിയ പെണ്ണൊന്നല്ല കേട്ടോ. ഞാൻ ഇപ്പോഴും പറയുന്നു, 10 എൻ്റെ ഉമ്മയുടെ പ്രായമുണ്ട്. അപ്പോൾ ഇത് പറയാൻ വേണ്ടി ഞാൻ വന്നാണ്. നവമി ദിനേശാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. നവമി, ഇതിൽ ഷിയാസ് തന്നെ സൂചിപ്പിക്കുന്നുണ്ട്, ഷിയാസിന് നേരത്തെയും ഇത്തരത്തിലൊരു പരാതി നേരിടേണ്ടതായി വന്നിട്ടുണ്ട്, അത് കള്ളപ്പരാതിയാണ് എന്ന്. ഇവിടെ ഷിയാസ് സൂചിപ്പിക്കുന്നത് സാമ്പത്തികമായ ഇടപാടുണ്ട് എന്ന് ഷിയാസ് പറയുന്നു. അതിൻ്റെ കാരണം കൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്, ഉമ്മയിൽ നിന്നും സഹോദരിയിൽ നിന്നുമൊക്കെ ഇവർ പണം കൈപ്പറ്റിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് തിരിച്ച് അക്കൗണ്ടിലേക്കൊക്കെ പണം ഇട്ടത് എന്നതാണ്. അതിൻ്റെ വസ്തുതയൊക്കെ ഇനി കണ്ടെത്തേണ്ടതുണ്ട്. അതിനിടെയാണല്ലോ ഈ യുവതി ഒരു ഓഡിയോ സന്ദേശമടക്കം പുറത്തുവിട്ടത്. ഒരു പക്ഷേ ഈ തരത്തിൽ ഷിയാസ് ഈ ആരോപണങ്ങൾ നിഷേധിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണോ ഈ ഓഡിയോ സന്ദേശം പുറത്തുവിട്ടിട്ടുള്ളത്? അഭിലാഷ്, ഇന്നലെ രാവിലെയോടുകൂടിയാണ് ഈ സ്ത്രീ പോലീസിന് പരാതി നൽകിയത്. പാലാരിവട്ടം പോലീസിനാണ് പരാതി നൽകിയത്. അതിനുശേഷം മാധ്യമങ്ങളുമായി ഷിയാസ് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ചോദിക്കുമ്പോൾ ഷിയാസ് പറയുന്ന മറുപടി, ആദ്യം പറഞ്ഞത് തനിക്ക് ഈ സ്ത്രീയെ അറിയില്ല എന്നാണ്, ആരാണ് പരാതിക്കാരി എന്ന് അറിയില്ല എന്നാണ്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു, പക്ഷെ തന്റെ ചില സ്വകാര്യ കാര്യങ്ങൾ കൊണ്ട് ഇപ്പോൾ സ്റ്റേഷനിൽ ഹാജരാകാൻ കഴിയില്ല എന്നുള്ള മറുപടിയായിരുന്നു ആദ്യം തന്നത്. രണ്ടാമത് പറഞ്ഞത്, ഈ സ്ത്രീ തനിക്കാണ് പൈസ തരാനുള്ളത്, തന്റെ മാതാവിന്. അതായത് ഇപ്പൊ നമ്മൾ ഷിയാസിന്റെ ഇൻസ്റ്റഗ്രാമിൽ കൂടി ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു ഷിയാസ്. അതിൽ പറയുന്നത് കാര്യം തന്നെയാണ് മാധ്യമങ്ങളോട് ഇന്നലെയും ഷിയാസ് പറഞ്ഞത്. തന്റെ മാതാവിൽ നിന്നും ഭാര്യയിൽ നിന്നും സഹോദരിയിൽ നിന്നുമാണ് ഇവരാണ് പൈസ വാങ്ങിയത്. ചില ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ട്, അതിനപ്പുറത്തേക്ക് താൻ ആ സ്ത്രീയെ ലൈംഗികമായി ഉപയോഗിച്ചിട്ടില്ല, അല്ലെങ്കിൽ തന്റെ മാതാവിനെ പോലെയാണ് ആ സ്ത്രീയെ കണക്കാക്കുന്നത് എന്നീ തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു ഷിയാസ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇതിനെ തുടർന്നാണ് ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കിയ ഓഡിയോ സന്ദേശങ്ങളടക്കം യുവതി ഈ സ്ത്രീ ഇന്ന് പുറത്തുവിട്ടത്.
അതിൽ കൃത്യമായി ഈ സ്ത്രീയും അതോടൊപ്പം തന്നെ ഷിയാസും തമ്മിലുള്ള ബന്ധം അത് ഏത് വിധേയനെയാണെന്ന് അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. ഷിയാസിന്റേതെന്ന് പറയുന്ന ഓഡിയോ ആണ്, യുവതിയാണ്, ഈ സ്ത്രീയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ ആദ്യം പറയുന്നത് ഈ തനിക്ക് 10 ലക്ഷം രൂപ വേണം, അതായത് ജിമ്മിന്റെ നവീകരണത്തിന് വേണ്ടി 10 ലക്ഷം രൂപ വേണം. അത് പിന്നീട് വേറെ കുറച്ച് പണം ചോദിക്കുന്നുണ്ട്. ആ ഓഡിയോ ഒരു 17 മിനിറ്റോളം വരുന്ന ഒരു ഓഡിയോ ആണ്. അതിന്റെ പൂർണ്ണ രൂപം കേട്ട് കഴിഞ്ഞാൽ കൂടുതൽ പണം ആവശ്യപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ കോഴിക്കോട് വെച്ച് തന്നാൽ മതി, നേരിട്ട് കാണുമ്പോൾ തന്നാൽ മതി, അക്കൗണ്ടിലേക്ക് ഇത്രയും അധികം പണം വരുമ്പോൾ അത് പിന്നീട് വലിയ ചോദ്യമാകും, അത് ഒഴിവാക്കുന്നതിന് വേണ്ടി നേരിട്ട് തന്നാൽ മതി. അതോടൊപ്പം തന്നെ ഈ സ്ത്രീയുടെ മറ്റൊരു സുഹൃത്തിൽ നിന്നും പണം ആവശ്യപ്പെടാനൊക്കെ ഷിയാസ് പറയുന്നതും ഈ ഓഡിയോ സന്ദേശത്തിൽ കേൾക്കാം. അതിനൊക്കെ അപ്പുറത്തേക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പരാതിയിലടക്കം ഈ സ്ത്രീ പറയുന്നത് തന്നെ ആജീവനാന്തം നോക്കാമെന്ന് വാക്ക് തനിക്ക് ഷിയാസ് തന്നിരുന്നു. ആ സമയത്ത് ഷിയാസ് വിവാഹിതനായിരുന്നില്ല. അങ്ങനെയാണ് നമ്മൾ തമ്മിൽ കണ്ടുപിട്ടത്. 2018 ഇവർ തമ്മിൽ പരിചയപ്പെടുന്നത്. തന്നെ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് സാമ്പത്തിക ഇടപാട് വരെ ഷിയാസുമായി നടത്തിയതെന്നാണ് ഈ സ്ത്രീ പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത്. പക്ഷേ ഷിയാസ് വിവാഹം കഴിച്ചു. ആ വിവാഹ സമയത്ത് പോലും തന്റെ കയ്യിൽ നിന്നും പണം ഷിയാസ് വാങ്ങിയിരുന്നു എന്നുകൂടി പരാതിയിൽ പറയുന്നുണ്ട്. പിന്നീട് തന്നെ ഒഴിവാക്കുകയാണെന്ന് മനസ്സിലായതോടുകൂടിയാണ് അങ്ങനെയാണെങ്കിൽ തന്റെ പണം തിരികെ തരാനായി ആവശ്യപ്പെട്ടത്. 49 ലക്ഷം രൂപയാണ് പലപ്പോഴായി ഈ സ്ത്രീയിൽ നിന്നും ഷിയാസ് തട്ടിയെടുത്തത്. ആ പണം തിരികെ നൽകാൻ ആവശ്യപ്പെട്ടപ്പോഴാണ് ഷിയാസ് തന്നെ ഒഴിവാക്കിയതെന്ന് മനസ്സിലായി. തുടർന്നാണ് പരാതിയുമായി പോലീസിനെ സമീപിക്കുവാനായി തീരുമാനിച്ചതെന്ന് കൂടിയാണ് സ്ത്രീ പറയുന്നത്. ഇവർ തമ്മിലുള്ള ഈ 49 ലക്ഷത്തിന്റെയും ട്രാൻസാക്ഷൻ ഇടപാടുകളും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ തെളിവായി നൽകിയിട്ടുണ്ട്. ഒപ്പം ഈ കോഴിക്കോട് എവിടെയാണ് ഇവർ കണ്ടുമുട്ടുന്നത്, വിദേശത്തടക്കം ഇവർ ഒന്നിച്ച് താമസിച്ചിട്ടുണ്ട്. കോഴിക്കോടും ഇവർ ഒരു വീടെടുത്ത് അവിടെ താമസിച്ചിരുന്നു എന്നുകൂടി യുവതി നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പാലാരിവട്ടം പോലീസ് ഇത് കോഴിക്കോട് പോലീസിന് കൈമാറാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അവിടെ നവമി അതിലാണ് ഒരു ക്ലാരിറ്റി വരുത്തുന്നു എന്ന നിലയിൽ ഷിയാസിന്റെ സംഭാഷണം ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മൾ ഈ പുറത്തുവിടുന്ന ഓഡിയോ സന്ദേശമാകട്ടെ AI കാലഘട്ടം ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ വ്യാജമാണോ ഒറിജിനലാണോ എന്നൊന്നും അറിയില്ല, അത് പോലീസ് സ്ഥിരീകരിക്കട്ടെ. പക്ഷേ ഷിയാസ് പറയുന്നതും ആ ഓഡിയോയും തമ്മിൽ ഏറ്റവും പ്രകടമാകുന്ന വ്യത്യാസം, ഷിയാസ് 10 ലക്ഷം രൂപ വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ പിന്നീട് പണം ഈ സൂചിപ്പിക്കുന്ന പോലെ അക്കൗണ്ടിൽ തരേണ്ടതില്ല, അയാൾക്ക് എന്തൊക്കെയോ പർച്ചേസിങ്ങിന് പോകേണ്ടതുണ്ട്, അത് ജിമ്മിലേക്കുള്ള സാധനങ്ങൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ സൂചിപ്പിക്കുന്ന പോലെ ഷിയാസ് പറയുന്നത് പോലെ നേരത്തെ സ്വർണം വാങ്ങിയതിൻ്റെ പണം തിരികെ ആവശ്യപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ നിലയിലല്ല അത് ആവശ്യപ്പെടേണ്ടത്. ഇതിപ്പോൾ ഒരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടി പണം ചോദിക്കുന്നു എന്ന നിലയിലാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഒപ്പം ടിക്കറ്റ് എടുത്ത് നൽകി എന്നൊക്കെ പറയുമ്പോൾ പണം തിരികെ നൽകുന്നതിന് പകരം ടിക്കറ്റ് എടുത്ത് നൽകി എന്നതൊക്കെ ആ ഒരു വിശദീകരണത്തിലൊരു വ്യക്തതക്കുറവ് തോന്നുന്നില്ലേ നവമി? തീർച്ചയായും അഭിലാഷ്, ഈ ഓഡിയോ സന്ദേശത്തിന്റെ പൂർണ്ണ രൂപം എടുത്തു നോക്കുമ്പോൾ അവർ തമ്മിൽ എത്രമാത്രം അടുപ്പത്തിലാണ്, അല്ലെങ്കിൽ അവർ തമ്മിൽ എത്രമാത്രം പരിചയമുണ്ടെന്ന് നമുക്ക് മനസ്സിലാകും. കാരണം വിദേശത്തേക്ക് വരുമ്പോൾ, അതായത് ഈ സ്ത്രീ വിദേശത്ത് ഒരു ബിസിനസ് നടത്തുകയാണ്. അവിടേക്ക് വരുമ്പോൾ താമസിക്കാൻ ഇടം വേണം, അവിടെ നമുക്ക് താമസിക്കാം, അവിടെ വെച്ച് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം, അങ്ങനെയുള്ള പല സംഭാഷണങ്ങളും ഇതിലുണ്ട്. അപ്പോൾ അവർ തമ്മിൽ അത്രയേറെ അടുപ്പമാണ്. ആ അടുപ്പത്തിൽ നിന്ന് തന്നെയാണ് ഷിയാസ് ഇവരിൽ നിന്നും പൈസ വാങ്ങുന്നത് അല്ലെങ്കിൽ പണം കൈപ്പറ്റുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. അതൊരു ബിസിനസ് ബന്ധം മാത്രമല്ല. ഈ സ്ത്രീ നൽകിയ പരാതിയിൽ പറയുന്ന മറ്റൊരു കാര്യം, ഈ ജിമ്മിന്റെ നവീകരണത്തിന് വേണ്ടിയിട്ട് താൻ പണം നൽകുമ്പോൾ തന്നെയും അതിലൊരു പാർട്ട്ണറാക്കി മാറ്റാമെന്ന വാഗ്ദാനമാണ് ഷിയാസ് നൽകിയതെന്നാണ്. അങ്ങനെ അത്രയേറെ വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ്, ഈ സ്ത്രീയെ അത്രയേറെ വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് ഷിയാസ് അവരിൽ നിന്നും പണം അപഹരിച്ചതെന്ന് നമുക്ക് ആ ഓഡിയോ സന്ദേശത്തിൽ മനസ്സിലാകും. ഷിയാസിന്റേതെന്ന് പറഞ്ഞ് യുവതി പുറത്തുവിട്ട വീഡിയോ ആണ്. അഭിലാഷ് പറഞ്ഞതുപോലെ തന്നെ അതിന്റെ ആധികാരികതയൊക്കെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഏത് ഓഡിയോ വന്നാലും അല്ലെങ്കിൽ എന്ത് ശബ്ദരേഖ വന്നാലും അത് AI എന്ന് പറഞ്ഞാണ് പലരും ന്യായീകരിക്കുന്നത്. ഇതെന്തായാലും പോലീസ് ഇത് വിശദമായി പരിശോധിക്കുകയും ചെയ്യും. സ്ത്രീ പറയുന്നതനുസരിച്ച് തനിക്കുണ്ടായത് തന്നെ സാമ്പത്തികമായി വഞ്ചിച്ചു, അതിനപ്പുറത്തേക്ക് മാനസികമായി തനിക്ക് വലിയ വിഷമമുണ്ടായി. തന്റെ പണം മാത്രം കണ്ടുകൊണ്ട് തന്നെ കൂടെ നിൽക്കുകയും പിന്നീട് തന്നെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയും ചെയ്തതാണ് ഏറെ വേദനിപ്പിച്ചതെന്ന് കൂടിയാണ് സ്ത്രീ പറഞ്ഞു വെക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഇതിലിപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പോലീസ് ഈ വിവരങ്ങൾ ശേഖരിച്ച് മുന്നോട്ട് പോവുക തന്നെയല്ലേ?
അതെ, ഇപ്പൊ പാലാരിവട്ടം പോലീസ് ഇന്നലെ രാത്രിയോടുകൂടിയാണ് കേസ് എടുത്തിരിക്കുന്നത്. വഞ്ചന, ലൈംഗിക അതിക്രമം, അതോടൊപ്പം തന്നെ സാമ്പത്തിക തട്ടിപ്പ് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ സംഭവം നടന്നത് കോഴിക്കോടായതിനാൽ ചേവായൂർ പോലീസിന് ഈ കേസ് കൈമാറുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കാരണം ഇവരുടെ സാമ്പത്തിക ഇടപാടുകളൊക്കെ വരുമ്പോൾ അതിന്റെ ബാങ്ക് അക്കൗണ്ടും മറ്റു വിവരങ്ങളും എല്ലാം കോഴിക്കോട് ചേവായൂർ പരിധിയിലാണുള്ളത്. ഇവർ താമസിച്ചു എന്ന് പറയുന്നത്, അതായത് യുവതി ഒരു വാടക വീട്ടിൽ താമസിച്ചിരുന്നു, അവിടെ ഷിയാസ് എത്തിയിരുന്നു എന്ന കാര്യം, ഇവർ രണ്ടുപേരും കൂടിയാണ് അവിടെ വാടക വീടെടുത്ത് താമസിച്ചത് എന്നീ വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. എന്തായാലും അതുകൊണ്ട് തന്നെ കോഴിക്കോട് പോലീസിന്, ചേവായൂർ പോലീസിന് ഈ കേസ് കൈമാറാനാണ് പാലാരിവട്ടം പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ യുവതി ഉള്ളത് കൊച്ചിയിലാണ്, പാലാരിവട്ടം പരിധിയിലാണ്. അതുകൊണ്ടാണ് അവിടെ പരാതി നൽകുവാനായി തയ്യാറായതും. ഇതിന് തുടർ നടപടികളായി ചേവായൂർ പോലീസിന് കൈമാറുമെന്നാണ് പാലാരിവട്ടം പോലീസ് വ്യക്തമാക്കുന്നത്. അതിനിടെ ചിലപ്പോൾ ഷിയാസ് മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിക്കാനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത്. യെസ്, ഷിയാസ് ഈ ബിഗ് ബോസ് എന്ന പരിപാടിയിലൂടെ അടക്കം എല്ലാവർക്കും പരിചിതനായ ആയിട്ടുള്ള ആളാണ്. നേരത്തെയും ഷിയാസിന് എതിരെ ഇത്തരത്തിൽ ചില ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്നതും ആയിരുന്നു. ആ സമയത്ത് ഉൾപ്പെടെ അത് വ്യാജമായ പരാതി എന്ന നിലയിലാണ് ഇപ്പോൾ ഷിയാസ് കരീം പ്രതികരിച്ചുകൊണ്ട് ഇരിക്കുന്നത്. അതിനിടെയാണ് മറ്റൊരു പരാതി കൂടി അദ്ദേഹത്തിന് എതിരെ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതിൽ തന്നെ ഓഡിയോ സന്ദേശം അടക്കം പുറത്തുവിട്ടു ഇരിക്കുകയാണ് ഇപ്പോൾ യുവതി. അതായത് ബിസിനസ് ബന്ധമോ അല്ലെങ്കിൽ കുടുംബപരമായ ബന്ധമോ പണയിടപാടുകളോ മാത്രമായിരുന്നില്ല ഇവർക്കിടയിൽ ഉണ്ടായിരുന്നത് എന്നതിൻ്റെ കൂടി തെളിവ് എന്ന നിലയിൽ ആണ് ഈ ഓഡിയോ സന്ദേശം അല്ലെങ്കിൽ സംഭാഷണ ഭാഗം ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.